ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എയർ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹിന്ദി ക്ലാസ് ആയിരുന്നു. തുടക്കത്തിൽ കാണിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു. ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? മരത്തിൻ്റെ പ്രത്യേകത, മഹത്വത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നാമത് ഒരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എഴുതാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു നിർമ്മലിൻ്റെ വിശേഷത, അതുപോലെ തന്നെ രാമുക്കി വിശേഷത, അവരുടെ വിശേഷണ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയും എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ എന്ത് ചെയ്യുക, നോക്കിയിട്ടൊന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ കഹാനിയുടെ ബാക്കി ഭാഗം എന്ത് ചെയ്യാം, ഒന്ന് അർത്ഥം നോക്കാം. നോക്കൂ. മേം സാരേ ദിൻ ബഹുത് ഉദാസ് രഹി. ഞാൻ ആ ദിവസം മുഴുവൻ എന്തായിരുന്നു, ദുഃഖത്തിലായിരുന്നു. സാരേ ദിൻ, ആ ദിവസം മുഴുവനും. ബഹുത്, വലിയ. ഉദാസ് രഹി, വലിയ ദുഃഖത്തിലായിരുന്നു. എന്താണ് അതിന് കാരണം? നോക്കൂ. കൽ തോ മേര, നാളെ എൻ്റെ പ്യാരാ പേഡ്, പ്രിയപ്പെട്ട മരം ഹോഗാഹി നഹി, ഉണ്ടാവുകയില്ല. നാളെ എൻ്റെ പ്രിയപ്പെട്ട മരം ഉണ്ടാവുകയില്ല. ആര്? ഗുൽമോഹർ മരം ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? അമ്മ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൂസരേ ദിൻ സുബഹ് മാ മുझे ജഗാത്തെ ഹുയെ ബോലി. അപ്പോൾ പിറ്റേ ദിവസം, ദൂസരേ ദിൻ, അടുത്ത ദിവസം, സുബ, രാവിലെ, മാ മുझे ജഗാത്തെ ഹുയെ ബോലി, വിളിച്ചുണർത്തിക്കൊണ്ട്, ജഗാൻ എന്ന് പറഞ്ഞാൽ ഉണർത്തുക, വിളിച്ചുണർത്തിക്കൊണ്ട്, ബോലി പറഞ്ഞു, മീനയെ വിളിക്കുകയാണ്. മീന കിടന്നുറങ്ങുകയാണ്. അപ്പോൾ മീനയെ വിളിക്കുകയാണ്. മീന ഉഡോ, എഴുന്നേൽക്കൂ. ഉഡ്ന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. ഉഡോ തുമേ കുച്ച് ദിക്കാവോ, നിന്നെ ഞാനൊരു കാര്യം കാണിക്കാം. നിന്നെ കുച്ച് ദിക്കാവോ, നിന്നൊരു കാര്യം ഞാൻ കാണിക്കാം, പെട്ടെന്ന് എഴുന്നേൽക്കൂ. അമ്മ പറയാണ്. ജറ ഗുൽമോഹർക്കോ ദേക്കോ, നീ ആ ഗുൽമോഹർ മരത്തിലേക്കൊന്ന് നോക്കൂ. പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഗുൽമോഹർ മരത്തിലേക്കൊന്ന് നോക്കൂ. നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്ന് അമ്മ പറയാണ്. കഹാ ക്യാ, എവിടെ, എന്ത്? മേ ആഖെ മൽത്തെ ഹുയെ ദേക്കിനെ ലഗി, ഞാൻ കണ്ണുകൾ, ആഖെ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, മൽന തടവുക അല്ലെങ്കിൽ തിരുമ്മിക്കൊണ്ട്, മൽത്തെ ഹുയെ തിരുമ്മിക്കൊണ്ട് എന്ത് ചെയ്യാം, ദേക്കിനെ ലഗി, ഞാൻ നോക്കി. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ചടവോടുകൂടി എഴുന്നേറ്റ് എന്ത് ചെയ്യണം, കണ്ണ് പെട്ടെന്നൊന്നും കൊണ്ട് തുറന്ന് കിട്ടില്ല. അപ്പോൾ കണ്ടൊക്കെ ഒന്ന് തിരുമ്മി എവിടെ, എന്താണ് കാണേണ്ടതെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, നോക്കി. ധ്യാൻ സെ ദേഖോ ഗുൽമോഹർ കെ പത്തോ കെ ബീച്ച്. ധ്യാൻ സെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്, ധ്യാൻ സെ വളരെ ശ്രദ്ധിച്ച് നോക്കൂ. ധ്യാൻ സെ ദേഖോ ഗുൽമോഹർ കെ പത്തോ കെ ബീച്ച്, ഗുൽമോഹറിൻ്റെ ഇലകളുടെ, പത്താം നമ്മൾ നേരത്തെ പഠിച്ചാണ്, പത്തോ കെ ഇലകൾക്ക് ഇടയിലായിട്ട്, ബീച്ച് പറഞ്ഞാൽ ഇടയിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ അത് കണ്ടിട്ട് മീന പറയാണ്, എന്താ പറഞ്ഞു നോക്കൂ. ഫൂൽ ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹേ, പൂക്കൾ, ഗുൽമോഹർ മരത്തിൽ പൂക്കൾ വന്നിരിക്കുന്നു. കാരണം ആ കാഴ്ച കണ്ട് അവൾ സന്തോഷത്തോടെ എന്ത് പറയാണ്, പൂക്കൾ, ഗുൽമോഹർ മരത്തിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. മേ ഖുഷി സെ നാച്ചിനെ ലഗി, ഞാൻ വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്തു, നൃത്തം ചെയ്തു. മേ ഖുഷി സെ, സന്തോഷത്തോടെ, നാച്ചിനെ ലഗി, നൃത്തം ചെയ്തു. ആ കാഴ്ച കണ്ടിട്ട് നൃത്തം ചെയ്തു. കൂട്ടുകാരികളോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ഒരു കാഴ്ച കണ്ട് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദേഖോ മാ मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे, मैं बोली. അപ്പോൾ എന്താ പറഞ്ഞത്? നോക്കൂ അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ, മേ കഹത്തി ദീന, ഞാൻ പറഞ്ഞിരുന്നില്ലേ, കി ഇസ് ഗർമീമേ, ഈ ഒരു വേനലിൽ, മേരെ ഗുൽമോഹർ പർ, എൻ്റെ ഗുൽമോഹർ മരത്തിൽ ഫൂൽ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ പറഞ്ഞു. അതായത് കൂട്ടുകാരോട് പറയാണ്, ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞു. ഇനി അടുത്ത ലൈൻസ് നോക്കൂ. പഹ്ലി ബാർ ആയേ 5 ലാൽ ഫൂൽ ഹരെ ഹരെ പത്തോമേ സെ ചാങ്ക് രഹേ ദേ. അപ്പോൾ ആദ്യമായി വന്ന ആ ഒരു 5-6 പൂക്കൾ, പഹ്ലി ബാർ ആയേ, ആദ്യമായിട്ട് വന്ന 5 ലാൽ ഫൂൽ, 5-6 ചുവന്ന പൂക്കൾ, ഹരെ ഹരെ പത്തോമേ സെ ചാങ്ക് രഹേ ദേ, ആ പച്ച ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ എത്തി നോക്കി നിന്നു. ചാങ്കര എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക കേട്ടോ. കിത്തനെ സുന്ദർ ലഗ് രഹേത്, അത് ആ ഒരു കാഴ്ച എത്ര മനോഹരമായിരുന്നു. കാരണം ആദ്യമായിട്ട് പൂക്കൾ വിരിഞ്ഞതാണ്. അപ്പോൾ നല്ല ഇലകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ
എത്തി നോക്കുന്ന ആ പൂക്കളെ കാണുമ്പോൾ, ചുവന്ന പൂക്കളെ കാണുമ്പോൾ ആ ഒരു കാഴ്ച വളരെ സുന്ദരമായിരുന്നു എന്നാണ് പറയുന്നത്. मैं भागकर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. അപ്പോൾ എന്താ അവിടെ പറയുന്നത് നോക്കൂ. മേ ഭാഗ്ഘർ, ഞാൻ ഓടി, നീച്ചെ ബഗീച്ചെ മേ ഗൈ, ഓടി പൂന്തോട്ടത്തിലേക്ക്, ബഗീച്ച പറഞ്ഞാൽ പൂന്തോട്ടം, താഴെ നീച്ചെ താഴെ പൂന്തോട്ടത്തിലേക്ക് ഓടി. എന്നിട്ടോ ഓർ ഗുൽമോഹർ കെ പേഴ്സെ, ഗുൽമോഹർ മരത്തിൽ എന്ത് ചെയ്തു, ലിപട്ട് ഗൈ, കെട്ടിപ്പിടിച്ചു. കിത്തനി അച്ചി ബാത്ത് ഹുയി ഇസ് ബേചാരെ പർ ഫൂൽ ആ ഗൈ നിർമ്മൽ ബോലി. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ നിർമ്മൽ പറയാണ്, വളരെ നല്ല കാര്യം, എന്ത്, ഈ ഒരു പാവം പിടിച്ച ഈ ഒരു മരത്തിൽ, അല്ലെങ്കിൽ വെട്ടിമാറ്റേണ്ടിയിരുന്ന ഈ ഒരു മരത്തിൽ പൂക്കൾ വന്നത് വളരെ നന്നായി എന്ന് എന്ത് ചെയ്തു, നിർമ്മൽ പറഞ്ഞു. കിത്തനി അച്ചി ബാത്ത് ഹുയി ഇസ് ബേച്ചാര്, ബേച്ചാര് എന്ന് പറഞ്ഞാൽ പാവം, അല്ലെങ്കിൽ എന്താണ്, ഈ വെട്ടിപ്പോകേണ്ടിയിരുന്ന ഈ ഒരു മരം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാവമരത്തിൽ പൂക്കൾ വിരിഞ്ഞത് എത്ര നന്നായി എന്ന് നിർമ്മൽ എന്ത് ചെയ്തു, പറഞ്ഞു. നിർമ്മൽ ബോലി. മീന ബോലി. അപ്പോൾ അത് കേട്ടപ്പോൾ മീന പറഞ്ഞു, അതെ ശരിയാണ്. മീന പറഞ്ഞു. ഫിർ മാ ബി ബഗീച്ചേ മേ ആ ഗയി. അതിനുശേഷം എന്ത് ചെയ്തു, അമ്മയും ആ പൂന്തോട്ടത്തിലേക്ക് വന്നു. അമ്മയും എവിടെയാണ്, മുകളിലാണുള്ളത്, വീടിനുള്ളിലാണുള്ളത്. അമ്മയും പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. അമ്മ ബി ബഗീച്ചേ മേ ആ ഗയി. മേനെ മാസെ കഹ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു. മേനെ ഞാൻ അമ്മയോട് പറഞ്ഞു. മാസെ കഹ മാ മേ അപ്നെ ഗുൽമോഹർ കി 5വീं വർഷഗാണ്ട് മനാവൂങ്കി. അമ്മേ, ഞാൻ നമ്മുടെ ഗുൽമോഹറിൻ്റെ 5ാം ജന്മദിനം ആഘോഷിക്കും. ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴല്ല, ഞാൻ ആഘോഷിക്കും. 5ാമത്തെ ജന്മദിനം ആകുമ്പോൾ ഞാനത് ആഘോഷിക്കും. മേ അപ്നി സഹേലിയോക്കോ ദാവത്ത് ദൂങ്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾക്ക്, ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് എന്ത് ചെയ്യും, ദാവത്ത് ദൂങ്കി, സദ്യ, ദാവത്ത് പറഞ്ഞാൽ സദ്യ നൽകും. അപ്പോൾ ഞാൻ എൻ്റെ ഗുൽമോഹറിൻ്റെ 5ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യും, കൂട്ടുകാരികൾക്ക് സദ്യ കൊടുക്കുകയും ചെയ്യും, ചെലവ് ചെയ്യുകയും ചെയ്യും എന്ന് പറയാണ്. ആര്, മീന പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മ മറുപടി പറയാണ്. മാനെ കുഷ് ഹോക്കർ കഹ. അമ്മ വളരെ സന്തോഷത്തോടെ, കുഷ് ഹോക്കർ കഹ, സന്തോഷത്തോടെ പറഞ്ഞു. ജറൂർ, തീർച്ചയായിട്ടും. യഹി ഗുൽമോഹർ കി ഛായാമേ, ഈ ഗുൽമോഹർ മരത്തിൻ്റെ തണലിൽ വെച്ചുകൊണ്ട് ദാവത്ത് കരോ, സദ്യ കൊടുക്കൂ. ഈ ഗുൽമോഹർ മരത്തിൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യൂ, അവർക്ക് സദ്യ കൊടുക്കൂ, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ് കൊടുക്കൂ. അപ്പനി സബ് സഹേലിയോക്കോ ബുലാവോ, എൻ്റെ എല്ലാ കൂട്ടുകാരികളെയും അതിനായിട്ട് വിളിച്ചോളൂ. എല്ലാവരെയും ആ ഒരു ജന്മദിനാഘോഷത്തിലേക്ക് ഇനി വിളിച്ചോളൂ. ഈ ഗുൽമോഹർ മരത്തിൻ്റെ തണലിൽ തന്നെ, അല്ലെങ്കിൽ താഴെ വെച്ചുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഇനി ഭക്ഷണം, ട്രീറ്റ് കൊടുക്കൂ. മീന ജബ് കഹാനി സുനാ ചുക്കി തോ ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേഖ. മീന ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, മീന ജബ് കഹാനി സുനാ ചുക്കി, ഈ അവരുടെ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, തോ ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേഖ, അവൾ എന്ത് ചെയ്തു, ആ വശത്തെ, ഗുൽമോഹറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. അതായത് തരഫ് എന്നാൽ വശം, അല്ലെങ്കിൽ അടുത്ത്, ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു, നോക്കി. അതായത് ഗുൽമോഹറിലേക്ക് നോക്കി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഉസ്കോ ഐസാ ലഗ ജൈസെ ഗുൽമോഹർ ബി അപ്നി കഹാനി സുൻത മുസ്കുര രഹാ ഥാ. ഉസ്കോ ഐസാ ലഗ ജൈസെ ഗുൽമോഹർ ബി അപ്നി കഹാനി. അപ്പോൾ അതുപോലെ തന്നെ തൻ്റെ കഥ കേട്ടിട്ട്, ഗുൽമോഹർ മരത്തിൻ്റെ അവിടെ അടുത്ത് നിന്നിട്ടാണല്ലോ പോയി ഈ കഥയൊക്കെ സഹലികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് കൂട്ടുകാരികൾക്ക് ഇവൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ തൻ്റെ കഥ കേട്ടിട്ട്, കഹാനി സുൻത മുസ്കുര രഹാദ, തൻ്റെ കഥ ഇങ്ങനെ കേട്ടിട്ട് എന്ത്, ആ ഒരു ഗുൽമോഹർ മരം പോലും എന്ത് ചെയ്തു, പുഞ്ചിരിക്കുന്നതായിട്ട് തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ നിങ്ങളോട് ഈ ഒരു അവസാന ഭാഗത്തിൻ്റെ അർത്ഥം ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. എന്താണ്, മീന കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുൽമോഹർ മരത്തിലേക്കൊന്ന് നോക്കി, തൻ്റെ കഥ കേട്ട് ഗുൽമോഹർ മരം പോലും പുഞ്ചിരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ഇതാണ് അതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ആ ഭാഗത്തെ വരികളുടെ അർത്ഥമാണിത്. ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. അത് ആ ഹിന്ദി എഴുതുക, അതിൻ്റെ താഴെ ഈ മലയാളത്തിലുള്ളതും എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ഒരു കഥാഭാഗം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് അവിടെ കാണിച്ചു മേരെ മാമാജി കൽ ദില്ലി സെ ആയെങ്കെ. എൻ്റെ അമ്മാവൻ, മേരെ മാമാജി, എൻ്റെ മാവൻ, കൽ ദില്ലി സെ ആയെങ്കി, നാളെ ദില്ലിയിൽ നിന്നും വരും. ആയെങ്കെ, വരും. ഓക്കെ, ഏതാണ്, നടക്കാൻ പോകുന്നൊരു കാര്യമാണ്, നടന്നിട്ടില്ല, വന്നിട്ടില്ല,
വന്നുകൊണ്ടിരിക്കുകയല്ല, വരുമെന്നാണ് പറഞ്ഞത്. ആയേങ്കെ, നാളെ എൻ്റെ അമ്മാവൻ ദില്ലിയിൽ നിന്നും വരും. മാമീജി ബി ആയേങ്കി, അമ്മായിയും എന്ത് ചെയ്യും, വരുന്നുണ്ട്, വരും, അവരും വരും. രാജു ബി ആയേക, ആയേക, അപ്പോൾ രാജുവും അവരുടെ മകനായിരിക്കും, രാജുവും വരും. അപ്പോൾ എന്താണ്, അമ്മാവനും വരുന്നുണ്ട്, അമ്മായിയും വരുന്നുണ്ട്, രാജുവും വരുന്നുണ്ട്. ഓക്കെ, ഭാവി, അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യം നേരത്തെ പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും, പോകും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് സംഗതി നടന്നിട്ടില്ല, നടക്കും, ഭാവിയിലാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. നോക്കൂ, മേരെ മാമാജി കൽ ദില്ലി സെ ആയേക്കെ, മാമീജി ബി ആയേഗി, രാജു ബി ആയേഗ. അതുപോലെ തന്നെ മേ ബി ഉൻകെ സാത്ത്, അപ്പോൾ ഞാനും എന്ത് ചെയ്യും, അവരുടെ കൂടെ, ചലുക, പോകും, തിരിച്ചു പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ പോകുന്നുള്ള ആരോടോ പറയാണ്. മേ ബി ഉൻകെ സാത്ത് ചലുക, ഞാനും അവരുടെ കൂടെ പോകും. ഗോബു ബോല, ഗോബു പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണ്, ടെൻസാണ്, ഫ്യൂച്ചർ ടെൻസാണ്. ഓക്കെ, അതായത് ഹിന്ദിയിൽ ഭവിഷ്യത്ത് കാലം എന്ന് പറയും. ഭാവികാലത്ത്, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. നോക്കൂ, മേ തുമേ സാരി കഹാനി ബതാ ദൂങ്കി, ഞാൻ നിന്നോട് എല്ലാ കഥകളും പറയാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് പിന്നീട് പറയാം എന്നുള്ളത്, അതായത് ഭാവിയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്, പിന്നീട് പറയാം എന്നാണ് പറയുന്നത്. ഓക്കെ, മേ തുമേ സാരി കഹാനി ബതാ ദൂങ്കി, ഞാൻ എല്ലാ കഥകളും നിന്നോട് പറയാം. അച്ഛാ ജറൂർ ആവൂങ്കി, ശരി, ഞാൻ തീർച്ചയായിട്ടും വരും. ജറൂർ ആവൂങ്കി, തീർച്ചയായിട്ടും വരും, അതായത് വന്നിട്ടില്ല, ഭാവിയിൽ ഉള്ളൊരു കാര്യമാണ്, വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ, രേഖാങ്കിത് അംശ് പർ ധ്യാൻ ദേ, പാഠ് ഭാഗ് സെ ऐसे വാക്യ ചുൻകർ ലിഖേ. അപ്പോൾ ഈ അടിയിൽ വരച്ചിട്ടുള്ള വാക്കുകൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പുസ്തകത്തിൽ നിന്നും, പാഠപുസ്തകത്തിൽ നിന്നും, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പഠിച്ച കഥയിൽ നിന്നും എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള വാക്യങ്ങൾ ചുൻകർ ലിഖാൻ, തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാവിയിൽ സംഭവിക്കാവുന്ന അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഏതൊക്കെയാണ്. ഇസ് പേഡ് പർ ഏക് ന ഏക് ദിൻ ജറൂർ ഫൂൽ ആയേങ്കെ, അപ്പോൾ ഈ ഒരു മരത്തിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യും, പൂക്കൾ, തീർച്ചയായിട്ടും വിരിയും, അല്ലെങ്കിൽ പൂക്കൾ വരും. കണ്ടോ, പൂക്കൾ വിരിഞ്ഞിട്ടില്ല, ഭാവിയിൽ വിരിയുമെന്ന് പറയാം. ഏതെങ്കിലും ഈ ഒരു മരത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പൂക്കൾ വിരിയും. കണ്ടോ, അത് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാ ഇസ്കോ ജറൂർ കട്ട്വാ ദേങ്കി, അമ്മ തീർച്ചയായിട്ടും ഈ മരം എന്ത് ചെയ്യും, മുറിക്കും എന്ന് പറയുന്നുണ്ട്. അതെന്താണ്, ഭാവിയിൽ നടക്കാവുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. കട്ട്വാ ദേങ്കി, തീർച്ചയായിട്ടും മരം മുറിക്കും. പിന്നെ അടുത്ത് നോക്കൂ, ഇസ് ഗർമി മേ മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയേഗെ, ഈ വേനൽക്കാലത്ത് എന്ത് ചെയ്യും, എൻ്റെ ഗുൽമോഹർ മരത്തിൽ പൂക്കൾ വിരിഞ്ഞിട്ടില്ല, വിരിയും എന്നാണ് പറയുന്നത്. ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതും. അടുത്ത വേറെ വരി നോക്കൂ, മേ അപ്നി സഹേലിയോക്കോ ദാവത്ത് ദൂങ്കി, ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് ട്രീറ്റ്, സദ്യ അല്ലെങ്കിൽ വിരുന്ന് നൽകും. ഭാവിയെ ഉദ്ദേശിച്ച് പറയുന്നതാണ്, പിന്നീട് നൽകും എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ, മേ അപ്നെ ഗുൽമോഹർ കി 5വീം വർഷഗാണ്ട് മനാവൂങ്കി, ഞാൻ എൻ്റെ ഗുൽമോഹറിൻ്റെ 5ാം വാർഷികം ജന്മദിനം എന്ത് ചെയ്യും, ആഘോഷിക്കും എന്നാണ് പറയുന്നത്. ആഘോഷിച്ചിട്ടില്ല, ആഘോഷിച്ചു കൊണ്ടിരിക്കുകയല്ല, ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയല്ല, എന്താണ്, ഫ്യൂച്ചറിലെ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതും എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ഇത്തരം സെൻറ്റൻസുകളാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നോക്കൂ, വാക്യോं पर ध्यान दे. पेड़ लगने के कुछ समय बाद एक में से पीले रंग के फूल निकल आए. माँ ने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लगाओ. घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. रेखांकित अंशों पर ध्यान दें.
പാഠ് ഭാഗ് സെ ഏക് വാക്യ ചാൺകർ ലിഖേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. രേഖാങ്കിത് അംശോം പർ ധ്യാൻ ദേ. അടിവരയിട്ട വാക്കുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കൂ. പേഡ് ലഗ്നെ, ലഗാവോ, ലഘുവായ ഉണ്ടോ, അങ്ങനെ അത്തരത്തിൽ ആ ഒരു പ്രത്യേക തരത്തിലുള്ള വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലഗ്നെ, ലഗാവോ, ലഘുവായ, ലഗ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പോൾ പാഠഭാഗത്തിൽ എന്തുണ്ട്, ऐसे വാക്ക് ചാൺകർ ലിഖേ, അത്തരത്തിലുള്ള വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. പേട് ലഗ്ന, ഗുൽമോഹർ ലഗാവോ, ബഗീച ലഘുവായ, अमरूद आम और गुलमोहर के दो दो पौधे लगवाए, इस पेड़ को काटकर दूसरा लगवा दे है, यह कितना अच्छा लगता है, कितना सुंदर लग रहे थे, मैं आंखें मलते हुए देखने लगी, मैं खुशी से नाचने लगी. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വാക്കുകൾ എന്തുണ്ട് പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, എഴുതി വെക്കാം കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത് നോക്കൂ. കഹാനി പഠേ താലിക ബരേ, കഥ വായിക്കൂ, ഈ ഒരു കോളം പൂർത്തിയാക്കൂ. ലാൽ ലാൽ എന്താണ്, അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ലാൽ ലാൽ ചുവന്ന പൂക്കൾ, ഫൂൽ. അതേപോലെ തന്നെ അവിടെ പത്തെ ഇലകൾ കൊടുത്തിട്ടുണ്ട്. ഛായ തണൽ. അപ്പോൾ ഇവയെ വിശേഷിപ്പിക്കുന്ന വിശേഷണ പദങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂവിനെ അവിടെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, നല്ല ചുവന്ന തുടുത്ത പൂക്കൾ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലകളെ നമുക്ക് എങ്ങനെയൊക്കെ വർണ്ണിക്കാം, അതുപോലെ തന്നെ നിഴലിനെ നമുക്ക് എങ്ങനെയൊക്കെ വർണ്ണിക്കാം, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്, വിശേഷണ ശബ്ദം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ എഴുതേണ്ടതെന്ന്. ഇലകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഹരേ ഹരേ പത്തേ, കണ്ടോ, പച്ച നിറത്തിലുള്ള ഇലകൾ അങ്ങനെ കൊടുക്കാം. പിന്നെ ഛായ നിഴൽ, എന്താണ്, ടണ്ടി ഛായ അങ്ങനെ കൊടുക്കാം. നല്ല തണുത്ത അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള തണൽ, ആശ്വാസം നൽകുന്ന തണൽ എന്നൊക്കെയാണ് ഇതിന് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് ആൻസർ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. നോക്കൂ. പത്ര തയ്യാർ കരേ, ഒരു കത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മീന की സഹേലിയ ജന്മദിൻ മനാനെ ആയേ थी. മീനയുടെ കൂട്ടുകാരികൾ ജന്മദിനം ആഘോഷിക്കാൻ എത്തിച്ചേർന്നു അല്ലെങ്കിൽ എത്തി. ലേക്കിൻ അപർണ നെഹി ആ സഖി, അപർണക്ക് വരാൻ കഴിഞ്ഞില്ല, അപർണക്ക് ഈ ഒരു ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വരാൻ സാധിച്ചില്ല. ജന്മദിൻ സമാരോഹ का विवरण देते हुए निर्मल ने അപർണ को പത്ര ലിഖ. അപ്പോൾ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അത് കാണിച്ചുകൊണ്ട് നിർമ്മൽ എന്ത് ചെയ്തു, അപർണയ്ക്ക് ഒരു കത്ത് എഴുതി. ജന്മദിനാഘോഷത്തിന് അപർണയ്ക്ക് വരാൻ സാധിച്ചില്ല, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ എഴുതിക്കൊണ്ട് എന്ത് ചെയ്തു, നിർമ്മൽ അപർണയ്ക്ക് ഒരു കത്ത് എഴുതി. വഹ് പത്ര കൽപ്പന കർക്കെ ലിഖേ. അപ്പോൾ ആ ഒരു കത്ത് നിങ്ങളോട് ഭാവാത്മകമായിട്ട്, അതായത് നിങ്ങൾ എഴുതുന്ന രീതിയിൽ, നിങ്ങൾ നിർമ്മലായിക്കൊണ്ട് ആ കത്ത് എങ്ങനെയായിരിക്കും എഴുതിയിരിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നതെന്ന്. അപ്പോൾ അതൊക്കെ എന്ത് വെച്ചിട്ട് ഒരു കുറച്ചും കൂടി ഭാവാത്മകമായിട്ട് എന്ത് ചെയ്യാം, ഒരു കത്ത് അപർണയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരു കത്ത് തയ്യാറാക്കിയതാണ്. നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് കത്ത് എഴുതുമ്പോൾ ഉണ്ടാകേണ്ടതെന്ന് അറിയാം. സ്ഥാൻ ഓർ താരീഖ്, എവിടെ നിന്നാണ് എഴുതുന്നത്, അതുപോലെ തന്നെ തീയതി ഉണ്ടായിരിക്കണം. പിന്നെ അപർണക്കോ സംബോധിത് കിയാ ഹെ, ഒരു സംബോധന വാക്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജന്മദിൻ സമാരോഹ വിവരൺ, ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്വനിർദ്ദേശ്, എഴുതുന്ന ആൾ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു പത്രം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ അത് പ്രകാരം എന്ത് ചെയ്യുക, ഒരു കത്ത് തയ്യാറാക്കുക. നോക്കൂ, അവിടെ ഫസ്റ്റ് സ്ഥാൻ താരീഖ്, സ്ഥലവും തീയതിയും കൊടുക്കണം. അപ്പോൾ നമ്മൾ 6-ാം തീയതിയാണ് ജന്മദിനം ആഘോഷിച്ചത്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ ഏതെങ്കിലും കൊടുക്കാം, 6ഓ 7ഓ ഒക്കെ കൊടുക്കാം. 7ഓ 8ഓ ഏതെങ്കിലും ഒരു തീയതി കൊടുക്കാം. സ്ഥലത്തിൻ്റെ പേര്, ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരും അവിടെ വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ സ്ഥാൻ താരീഖ് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ സംബോധൻ, പ്രിയപ്പെട്ട അപർണ
അത് ഇതിലെന്ത് ചെയ്യുക, ഒരു സംബോധന വെക്കുക. പിന്നെ എന്താണ്, നമസ്തേ, നമസ്കാരം. കൽ ഹമാരി മീനാക്കോ ഗുൽമോഹർ കാ 5 ജന്മദിൻ ഥ. അപ്പോൾ ഇന്നലെ എന്തായിരുന്നു, മീനയുടെ ഗുൽമോഹറിൻ്റെ 5ാം ജന്മദിനമായിരുന്നു. ഹംനെ വഹ് ധൂം ധാം സെ മനായ. ഞങ്ങളത് വളരെ ആഘോഷപൂർവ്വം എന്ത് ചെയ്തു, ആഘോഷിച്ചു. ബഡാ മസാദ, നല്ല രസകരമായിരുന്നു. കൽ ദോ പഹർ കെ ബാദ് ഹം മീന കെ ഗർ പഹുഞ്ചി. ഇന്നലെ കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, ദോപഹാർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം, ഉച്ച കെ ബാദ് ഉച്ചയ്ക്ക് ശേഷം, ഹം മീന കെ ഗർ പഹുഞ്ചി, മീനയുടെ വീട്ടിലെത്തി ചേർന്നു, അല്ലെങ്കിൽ എത്തി. ഹമാരെ സബി സഹേലിയ ആയേതി. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും, സഹേലിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, എല്ലാ കൂട്ടുകാരും വന്നിരുന്നു. അതുപോലെ തന്നെ ഷാം കോ ഹം ഗുൽമോഹർ കെ നീച്ചെ ഗൈ. വൈകുന്നേരം ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി. വഹ, അവിടെ, ഉസ് പേട് കെ നീച്ചെ, ആ മരത്തിന് താഴെ, ദരി പർ സഫേദ് ചാദർ ബിച്ചിത, ഒരു പരവതാനിയിൽ, ഒരു വിരിപ്പിൽ എന്ത് ചെയ്യുന്നു, വെളുത്ത പുതപ്പ് ഉണ്ടായിരുന്നു. മീനാനെ ഗുൽമോഹർ കി കഹാനി സുനാദി. മീന ഗുൽമോഹറിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ഹം സപ്നെ ആശ്ചര്യ സെ ഉസ് പേട് കോ ദേഖ. ഞങ്ങളെല്ലാവരും ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ എന്ത് ചെയ്തു, അമ്പരപ്പോടെ ആ മരത്തെ ഇങ്ങനെ നോക്കി നിന്നു. ഫിർ ദാവത്തി. പിന്നെ അതിന് ശേഷം എന്തുണ്ടായിരുന്നു, ട്രീറ്റ് ഉണ്ടായിരുന്നു, അതായത് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഖുഷി സെ പരി ഷാംദോ കൽക്കി. അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വൈകുന്നേരമായിരുന്നു ഇന്നലെ. ക്യാ ഹുവാ തുംകോ, നിനക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് പറ്റിയത്. ജൽദി ലിഖ്ന, പെട്ടെന്ന് എന്ത് ചെയ്യൂ, എഴുതൂ, ഇതിന് മറുപടി എഴുതൂ. ഫിർ മിൽത്തെ വക്ത്, വീണ്ടും കാണുന്ന സമയം, അതായത് നിന്നെ കാണുന്ന സമയം, പിന്നീട് കാണുമ്പോൾ, ഗുൽമോഹർ കി കഹാനി ബതാ ദൂങ്കി, ഗുൽമോഹറിൻ്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതോടെ ഈ ഒരു കത്ത് എന്ത് ചെയ്തു, അവസാനിച്ചു. ഇനി അവസാനം എന്താണ് ചെയ്യേണ്ടത്, സ്വനിർദ്ദേശം എഴുതാണ്ട്. അപ്പോൾ സ്വനിർദ്ദേശമായിട്ട് എന്താണ്, പ്യാർ സെ, സ്നേഹത്തോടെ, തുമാരി സഹേലി, നിൻ്റെ പ്രിയ കൂട്ടുകാരൻ, ആര്, നിർമ്മൽ. അടുത്ത സൈഡിൽ പത്ത, അഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കത്ത് എഴുതേണ്ട രൂപം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആക്ടിവിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗവും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ, സീ യു.